ഹായ്, വെൽക്കം ടു ഡേ 2 ഓഫ് അവർ ക്രോഷേ ബേസിക്സ്. അപ്പോൾ നമ്മൾ ക്രോഷയുടെ ബേസിക്സ് ഒക്കെ പഠിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് മുങ്ങിയതാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് ചേർന്ന വീഡിയോസൊക്കെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാവേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു യാൺ എടുത്തിട്ടുണ്ട്. ഇതൊരു 4mm വന്ന യാണാണ്. അതിന് കറസ്പോണ്ടിങ് ഒരു 4mm ഹൂക്ക് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് സ്ലിപ്പ് നോട്ട് എന്ന് പറയും കേട്ടോ. സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫൗണ്ടേഷനായിട്ട്, അതായത് ഏറ്റവും ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്ലിപ്പ് നോട്ട്. നമ്മൾ ഒരു എന്താ പറയുക, സിമ്പിളായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്ലിപ്പ് നോട്ട്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് എന്ന് പറയും. ഫസ്റ്റ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ലൂപ്പിന് പറയുന്ന ഒരു പേരാണ് സ്ലിപ്പ് നോട്ട് എന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ എനിക്കറിയാവുന്ന 4 മെത്തേഡ്സ്, സിമ്പിളായിട്ടുള്ള മെത്തേഡ്സാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ 2 വിരലിൻ്റെ അകത്ത് എൻഡ് പോർഷൻ ഒരു ടെയിൽ എൻഡും പിടിച്ചു. അതിനുശേഷം വർക്കിംഗ് ചെയ്യാൻ നമ്മുടെ 2 ഫിംഗേഴ്സിൽ കൂടെ ഒന്ന് ചുറ്റി അതിൻ്റെ മുകളിൽ കൂടെ അടുത്ത ലെയർ വരുന്നത് ചുറ്റി എടുത്തതിന് ശേഷം പിന്നീട് താഴേക്കൂടെ പോകുന്ന യാണിൻ്റെ അടിയിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് രണ്ടാമത്തെ യാണിനെ ഗ്രാബ് ചെയ്ത് അതിൻ്റെ അകത്തേക്കൂടെ താഴേക്കൂടെ തന്നെ അതിനെ തിരിച്ച് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് തയ്യാറായി. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഇതാണ് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യാണിനെ ഹോൾഡ് ചെയ്യുന്നത് താഴത്തെ 2 ഫിംഗറിൽ ടെയിലെൻഡ് ഹോൾഡ് ചെയ്ത് മുകളിലത്തെ 2 ഫിംഗറിൻ്റെ മിഡിലിൽ കൂടെ നമ്മളതിനെ ഹോൾഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് യാൺ ജസ്റ്റ് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഹൂക്ക് യൂസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ട്വിസ്റ്റ് ചെയ്ത എൻഡിനെ നമ്മുടെ താഴത്തെ 2 ഫിംഗറിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഹുക്കിനെ ട്വിസ്റ്റ് ചെയ്യുവാണ്. ഹുക്ക് നമ്മൾ യാണിനെ ട്വിസ്റ്റ് ചെയ്ത് യാൺ ഓവർ ചെയ്ത് വലിച്ച് ആ ഹുക്കിൻ്റെ അകത്ത് കിടക്കുന്ന ചെയിൻ മീൻസ് ആ യാണിൽ കൂടെ വെളിയിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ നമുക്കിത് സ്ലിപ്പ് നോട്ട് തയ്യാറായി. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് വെക്കാം. മൂന്നാമത്തെ മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മുടെ ടെയിലിൻ്റെ മുകളിൽ കൂടെ വർക്കിംഗ് യാൻ ഇതുപോലെ പിടിക്കുമ്പോൾ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആയ പോലെ വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വർക്കിംഗ് യാനിനെ വലിച്ച് വെളിയിലോട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് നമ്മൾ സ്ലിപ്പ് നോട്ട് തയ്യാറാക്കിയത്. ഇനി നമുക്ക് നാലാമത്തെ മെത്തേഡ് നോക്കാം. നാലാമത്തെ മെത്തേഡ് നമ്മൾ ആദ്യം പിടിച്ചില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ 2 വിരലിൻ്റെ അകത്ത് എൻഡ് പോർഷൻ ഒരു ടെയിൽ എൻഡും പിടിച്ചു. അതിനുശേഷം വർക്കിംഗ് ചെയ്യാൻ നമ്മുടെ 2 ഫിംഗേഴ്സിൽ കൂടെ ഒന്ന് ചുറ്റി അതിൻ്റെ മുകളിൽ കൂടെ അടുത്ത ലെയർ വരുന്നത് ചുറ്റി എടുത്തതിന് ശേഷം ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇതുപോലെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സ്ലിപ്പ് നോട്ട് തയ്യാറാവും. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ക്ലിയർ ആയിട്ട് എപ്പോഴും വീഡിയോ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പിന്നീട് നമ്മുടെ കയ്യിലിരിക്കുന്ന ലൂപ്പിൻ്റെ അകത്ത് നമുക്കിത് ഇതുപോലെ ഹൂക്സ് ഇൻസേർട്ട് ചെയ്തൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്ലിപ്പ് നോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.